3 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകം ഉറ്റുനോക്കിയ ഒരു രാത്രിയാണ് കീവ് കടന്നുപോയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം 500 ഡ്രോണുകൾ. ഇത് യുദ്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. യുക്രൈനിൽ റഷ്യയുടെ ഡ്രോൺ വർഷം. 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഒറ്റ രാത്രി കൊണ്ടുള്ള ഏറ്റവും വലിയ ഡ്രോൺ ബോംബ് ആക്രമണത്തിനാണ് കീവ് സാക്ഷ്യം വഹിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുക്രൈനിലേക്ക് റഷ്യ ഏകദേശം 500 ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്നാണ് യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചത്. പോരാട്ടം അവസാനിപ്പിക്കുന്നതിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകളിൽ ഇതുവരെ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് റഷ്യ വേനൽക്കാല ആക്രമണം ശക്തമായി തന്നെ തുടരുന്നത്. 479 ഡ്രോണുകൾ കൂടാതെ വിവിധ തരം 200 മിസൈലുകളും യുക്രൈനിന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ തൊടുത്തുവിട്ടു എന്നത് വ്യോമസേനയുടെ ആരോപണമാണ്. പ്രധാനമായും യുക്രൈന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഞായറാഴ്ച രാത്രിയോടെ നടന്ന ശക്തമായ റഷ്യൻ ആക്രമണത്തിന് മറുപടിയായി 277 ഡ്രോണുകളും 19 മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. എന്നാൽ 10ഓളം മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തിയത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയോ ആളപായം ഉണ്ടാവുകയോ എന്നതിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വ്യോമാക്രമണങ്ങളിലെ സമീപകാല വർധനവ് റഷ്യയുടെ നീക്കത്തിൽ ദ്രുതഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം 1000 കിലോമീറ്റർ മുൻനിരയിലൂടെ കിഴക്കൻ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ റഷ്യൻ സൈന്യം വീണ്ടും മുന്നേറിയതായി റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഒറ്റ രാത്രി കൊണ്ടുള്ള ഇത്രയും വലിയ ആക്രമണവും മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ റഷ്യക്കെതിരെ യുദ്ധത്തിന്റെ മുൻനിരയിൽ യുക്രൈൻ വളരെ ദുർബലമാണെന്നാണ് വസ്തുത. അതിനാൽ പാശ്ചാത്യ പങ്കാളികളിൽ നിന്നും പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധത്തിൽ കൂടുതൽ സൈനിക പിന്തുണ അവർ തേടേണ്ടിയുണ്ട്. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട US നയത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഈ സഹായത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ചില ഞെട്ടിക്കുന്ന പ്രത്യാക്രമണങ്ങളും യുക്രൈൻ ഇതിനിടയിൽ നടത്തുന്നുണ്ട്. വിദൂര റഷ്യൻ വ്യോമതാവളങ്ങളിൽ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണം അതിന്റെ വ്യാപ്തി, സങ്കീർണത എന്നിവയിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇതാവട്ടെ അക്ഷരാർത്ഥത്തിൽ റഷ്യയെ വിറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 650 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന റഷ്യയുടെ നിസ്നി മേഖലയിലെ സവാസ്ലോയ്ക്ക് വ്യോമതാവളത്തിൽ നിലയുറപ്പിച്ച് 2 റഷ്യൻ യുദ്ധവിമാനങ്ങൾ സൈന്യം ആക്രമിച്ചതായി യുക്രൈനിയൻ ജനറൽ സ്റ്റാഫ് ഇന്ന് അവകാശപ്പെട്ടതായി പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനിടെ ആണവശേഷിയുള്ള തന്ത്രപ്രധാന ബോംബ് വിമാനങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യോമതാവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായാണ് അടുത്തിടെയുണ്ടായ തീവ്രമായ ആക്രമണങ്ങളിലൊന്ന് എന്ന് റഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അത് ഇനിയും തുടരണമെന്ന സൂചനയാണ് റഷ്യ നൽകുന്നതെന്ന് വ്യക്തം. അതേസമയം ഇസ്രായേലി തന്റെ ആണവ പദ്ധതിയുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർത്തിരിക്കുന്നത് എന്ന വിവരം പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മുൻപ് ഇസ്രായേൽ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വക്കോളമെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് ശ്രദ്ധേയമാകുന്നത്.